morning students. This is our optical fiber cables. Optical fiber cables structure and work optical fiber optic communication. Data, voice, images. ഇതെല്ലാം ഒരു സ്ഥലത്തിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് ലൈറ്റിന്റെ സഹായത്തോടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്, ഒരു മാധ്യമമാണ് ഈ ഫൈബർ ഒപ്റ്റിക്സ് കേബിൾസ്. അതിനെ വെച്ചിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനെ പറയുന്നത് ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബർ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസ് എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കേബിൾ തന്നെയാണ്. ഇതിന്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് എ ലോങ് തിൻ സ്ട്രാൻഡ്സ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. ഗ്ലാസ് എന്ന് പറയുന്നത് അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് SiO2, സിലിക്കൺ ഡയോക്സൈഡ്. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് തിൻ സ്ട്രാൻഡ്സ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. അതായത് ഗ്ലാസ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരു നീളത്തിലുള്ള ഒരു സ്ട്രാൻഡാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഗ്ലാസിന്റെ ഫോർമുല എന്ന് പറയുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ്, SiO2, സിലിക്കൺ ഡൈ ഓക്സൈഡ്. ഇനി ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഒപ്റ്റിക്കൽ ഫൈബറിൽ ഗ്ലാസ് ഉപയോഗിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ സമയത്ത് ഗ്ലാസ് മെറ്റീരിയലും അല്ലാത്ത സമയത്ത് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് പ്ലാസ്റ്റിക്കുമായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ, ഇന്റേണൽ സ്ട്രക്ചർ. അതായത് ഏറ്റവും പുറമേ ഉള്ളത് ഔട്ടർ ജാക്കറ്റ്, ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ഇത്. ഇത് കളേഴ്സിലാണ്, യെല്ലോ, ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു പാർട്ടാണ് സ്ട്രെങ്ത് മെമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട്, ഒരു കേബിൾ വരുന്നുണ്ട്. അതിന്റെയും ഉള്ളിലുള്ള ഒരു കേബിളിനെയാണ് പറയുന്നത് സിലിക്കൺ കോട്ടിങ്. ഇത് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ ക്ലാഡിങ്, പിന്നെ വരുന്ന ഏറ്റവും ഇന്നർ പാർട്ട് വരുന്നത് കോറ്. അപ്പോൾ ഇവിടുന്ന് ഇന്നർ പാർട്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ഇന്നർ പാർട്ടിൽ ഇന്നർ മോസ്റ്റ് പാർട്ട് ഈസ് കോർ. കോറാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ്. കോറും ക്ലാഡിങ്ങും ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് വരുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഈ രണ്ടെണ്ണമാണ്, കോറും ക്ലാഡിങ്ങും. ഇനി നമുക്ക് എന്താണ് ഓരോന്നുള്ളത് നമുക്ക് നോക്കാം. കോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡൈ ഇലക്ട്രിക് മീഡിയം. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്ലാസ് ഓർ സിലിക്ക, പ്ലാസ്റ്റിക്കോ ആയിരിക്കും. ഗ്ലാസ് ഓർ സിലിക്ക ഓർ പ്ലാസ്റ്റിക്. അതായത് ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈറ്റിനെ കടത്തിവിടുന്നത്. ലൈറ്റിനെ ഈ കോറിലൂടെയാണ് ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് കടത്തിവിടുന്നത്. ഓക്കെ, ഇറ്റ് ക്യാരീസ് ലൈറ്റ് ഫ്രം ട്രാൻസ്മിറ്റർ ടു റിസീവർ. ഇനി ഇതിന്റെ ഡയമീറ്റർ നോക്കൂ. ഏറ്റവും ചെറിയ ഡയമീറ്റർ ആണ് 5 മൈക്രോമീറ്റർ ടു 100 മൈക്രോമീറ്റർ വരെയാണ് ഇതിന്റെ ഡയമീറ്റർ. നമ്മുടെ ഹ്യൂമൻ ഹെയറിന്റെ ഡയമീറ്റർ അത്രയാണോ അതിന്റെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിന്റെ ഡയമീറ്റർ. അത് സ്ലൈറ്റ്ലി മോർ, ഹ്യൂമൻ ഹെയറിന്റെ ഡയമീറ്ററിന്റെ സ്ലൈറ്റ്ലി മോർ, അത് ചെറിയൊരു കൂടുതൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഡയമീറ്റർ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ലൈറ്റിനെ ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് ഈ കോർ വഴിയാണ്. ഇതിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്ലാഡിങ്. ഇതിന്റെ പുറത്ത് വരുന്ന ഭാഗമാണ് ക്ലാഡിങ്. ക്ലാഡിങ് എന്ന് പറയുന്നത് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ കോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ക്ലാഡിങ്. അപ്പോൾ കോർ എന്ന് പറയുന്നത് ഗ്ലാസ് ആയിരിക്കാം, പ്ലാസ്റ്റിക് ആയിരിക്കാം. ഇതിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു കോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവറിങ് ആണ് ക്ലാഡിങ്. പിന്നെ ഇതിന്റെ ഇതാണ് ക്ലാഡിങ് എന്ന് പറഞ്ഞു. ഇതെന്താ ചെയ്യുന്നത്? കോറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അത് കൂടാതെ ഇറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ് ബാക്ക് ഇൻ ടു ദി കോർ. ഈ ക്ലാഡിങ് ലൈറ്റിനെ ഈ
ലൈറ്റ് ഈ കോറിലൂടെ സഞ്ചരിക്കുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ക്ലാഡിങ്ങിന് തട്ടും. ക്ലാഡിങ്ങിന്റെ കോറും ക്ലാഡിങ്ങും കൂടി കൂട്ടിമുട്ടുന്ന ഇന്റർഫേസിൽ, അതായത് ക്ലാഡിങ്ങിന്റെ അഗ്രഭാഗത്ത് തട്ടും. ആ ക്ലാഡിങ്ങിൽ തട്ടുന്ന ലൈറ്റിനെ തിരിച്ച് കോറിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ക്ലാഡിങ്. അപ്പൊ ഇറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ് ബാക്ക് ഇൻ ടു ദി കോർ. കോറിലേക്ക് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ക്ലാഡിങ്. അതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം കോറിലൂടെ ഫ്ലോ ചെയ്യുന്ന ലൈറ്റിനെ, ട്രാവൽ ചെയ്യുന്ന ലൈറ്റിനെ തിരിച്ച് കോറിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ആ ഒരു പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണത്? ക്ലാഡിങ് കോറിലേക്ക് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതിന്റെ പ്രതിഭാസമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഈ ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തന തത്വം. അത് എന്താണെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നത്, അടുത്ത വീഡിയോ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമത്തിൽ നിന്നും അടുത്ത മാധ്യമത്തിലേക്ക് ലൈറ്റ് സഞ്ചരിക്കുന്നതിനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപവർത്തനം, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അപവർത്തനം.